ഹലോ പ്രിയപ്പെട്ട വരന്മാരെ വരത്തികളെ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഒരു കാല് വരയ്ക്കാൻ മറന്ന ഒക്ടോപ്പസിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ സന്തോഷം. ഈ എപ്പിസോഡിൽ വീണ്ടും കടൽ ജീവിയെ തന്നെയാണ്, നമ്മൾ ഫിഷിനെയാണ് വരയ്ക്കുന്നത്. എല്ലാവരും കരുതും ഗോൾഡൻ ഫിഷ് ആണെന്ന്. അല്ല, ഇതിനു മുമ്പ് നമ്മൾ ചെറിയ കുറച്ച് ഫിഷുകളെ വരച്ചിട്ടുണ്ട്. ഇവിടെ വേറെ തരത്തിലുള്ള ഫിഷാണ്. ഈ ഫിഷിൻ്റെയും പേരെനിക്ക് അറിയില്ല. കരിമീനാണോ എന്നൊരു സംശയമുണ്ട്. നിങ്ങൾക്കറിയുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ പേര് ചേർക്കുക. ഒരു ഫിഷിനെ വരച്ചു കഴിഞ്ഞു. അതിനെ സീബ്രയുടെ പോലുള്ള കുറച്ച് ലൈനുകൾ ശരീരത്തിലുണ്ട്. സീബ്ര ഫിഷ് എന്ന് ഞാൻ അതിൻ്റെ പേരിടുകയാണ്. നിങ്ങൾ ഇതിൻ്റെ ഒറിജിനൽ പേര് കണ്ടുപിടിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ ചേർക്കുക. രണ്ട് ഫിഷുകളാണ്. ഒരു ഫിഷ് സെൻറ്ററിലാണ്, ഒരു ഫിഷ് വലതുഭാഗത്താണ്, മുകളിലാണ് ചേർത്തിരിക്കുന്നത്. വേണമെങ്കിൽ ചെറിയ കുറച്ച് ഫിഷുകളോട് ചേർക്കാം. ഡ്രോയിങ് താഴെ ഉണ്ടെന്നറിയാമല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പിന്നീട് നമ്മളുടെ മാർക്കർ പെൻ എടുത്ത് അതിന് ഔട്ട്ലൈൻ വരയ്ക്കുന്നു. ആ ക്രോസ് ലൈനുകളെല്ലാം, സീബ്ര ലൈനുകളെല്ലാം വരയ്ക്കുന്നുണ്ട്. അതെല്ലാം കറക്റ്റായ ഒറ്റ ലൈൻ, സ്ട്രൈറ്റ് ലൈൻ കൊണ്ടല്ല വരയ്ക്കുന്നത്. ആ വാലിൻ്റെ ഭാഗത്തുള്ള ചെറിയ ചെറിയ ലൈനുകളും പെന്നു കൊണ്ട് വരയ്ക്കുന്നു. കുറച്ചൊന്ന് വളച്ചും തിരിച്ചൊക്കെയാണ് വരയ്ക്കുന്നത്. അപ്പോഴാണ് അതിന് കുറച്ചുകൂടി ചന്തം ഉണ്ടാകുന്നതെന്ന് തോന്നി. മുകളിലുള്ള ആ ഫിഷിനെയും വരയ്ക്കുന്നു. അതേ രീതിയിൽ തന്നെയാണ്. വാലിൻ്റെ ഭാഗം വരച്ച് നമുക്ക് ഷെയ്ഡ് ചെയ്ത പോലെ ആക്കാം, അല്ലെങ്കിൽ പ്ലെയിനായി വിട്ട് നമുക്ക് പിന്നീട് കളർ ചെയ്യുകയും ചെയ്യാം. ക്രോസായി വരയ്ക്കുന്ന ലൈനുകൾ വരച്ചാണ് വരയ്ക്കുന്നത്. ചെറിയ മീനുകൾ ജസ്റ്റ് ഒന്ന് കുത്തി വരച്ച് അവിടെ ചേർക്കുന്നു. ഇനി നമ്മൾ വാട്ടർ കളറിലേക്ക് കിടക്കുകയാണ്. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. യെല്ലോ ആണ് ആദ്യം എടുത്തത്. ആ ഒരു മുകൾ ഭാഗത്ത് ആ ഒരു ക്രോസ് ലൈനുകൾക്ക് കളർ കൊടുക്കുകയാണ്. ഒന്ന് മുഴുവനായി പെയിൻറ്റ് ചെയ്തു, ബാക്കി രണ്ടെണ്ണം പകുതി വരെ പെയിൻറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. വാലിൻ്റെ ഭാഗത്തുള്ളതും പകുതി വരെ പെയിൻറ്റ് ചെയ്ത് നിർത്തി താഴേക്ക് കൊണ്ടുവന്ന് ഫിൽ ചെയ്തു. കുറച്ച് ഓറഞ്ച് എടുത്ത് ആ ഒരു താഴ്ഭാഗത്ത് ചേർക്കുകയാണ്. രണ്ടാമത്തേതിൻ്റെ താഴ്ഭാഗത്ത് ഓറഞ്ച് ചേർക്കുകയാണ്. അപ്പോൾ യെല്ലോയും ഓറഞ്ചും ഗ്രേഡിൻ്റായി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. കുറച്ചുകൂടി ഓറഞ്ച് കൂടുതലെടുത്താണ് ആദ്യത്തെ ആ ഭാഗത്ത് ചേർത്തത്. താഴ്ഭാഗത്തേക്ക് കൂടുതൽ ഓറഞ്ച് ആക്കുന്നു. അടുത്ത ഫിഷിനെ ഞാൻ വരയ്ക്കുന്നത് ബ്ലൂ കൊണ്ടാണ്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറങ്ങൾ ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. കുറച്ചുകൂടി വെള്ളം ചേർത്തൊന്ന് ലൈറ്റാക്കി ഒരു സീബ്ര ലൈൻ പോലുള്ള ലൈനുകളെയാണ് വരയ്ക്കുന്നത്. ഇനി നമ്മളിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൂടി ചെയ്യുമ്പോഴാണ് നമുക്കിത് കാണാൻ കഴിയുക. ഇവിടെയും ഞാൻ ആദ്യം പകുതി വരെ ചെയ്ത് നിർത്തി, അതിന് ശേഷം താഴേക്ക് അടുത്ത കളർ ചേർക്കണം. റെഡാണ് ഉപയോഗിക്കുന്നത്, ക്രിംസൺ റെഡാണ്. ക്രിംസൺ റെഡ് താഴേക്ക് ഉപയോഗിക്കുന്നു. അതായത് ബ്ലൂവും റെഡും മിക്സ് ചെയ്ത നിറമാണത്. ക്രിംസൺ റെഡാണ് കൂടുതലുള്ളത്. അപ്പോൾ മുകളിലുള്ള ബ്ലൂവും താഴേക്ക് ആ ക്രിംസൺ റെഡ് മിക്സ് ചെയ്ത നിറവും കൊണ്ടുവന്ന് നമ്മൾ അതിനെ ഒരു ഗ്രേഡിൻ്റാക്കി. ഇനി കുഞ്ഞു മീനുകളെ നമുക്ക് റെഡ് കളർ കൊണ്ട് വരയ്ക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറങ്ങൾ ഉപയോഗിക്കാം. കുറേ മീനുകൾ വരയ്ക്കണമെങ്കിൽ അതും നല്ലതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിലോ ചെയ്യാം. കുറച്ചുകൂടി ബ്ലൂ ചേർത്ത്, കുറച്ചുകൂടി ബ്രൗണും അതിൽ ചേർത്ത് ഒന്ന് ഗ്രേ നിറമുണ്ടാക്കി. ബ്രൗണും റെഡും ബ്ലൂവുമാണ് ചേർത്തിരിക്കുന്നത്. നന്നായി വെള്ളം ചേർത്ത് ലൈറ്റാക്കി ആ ആദ്യത്തെ ലെയർ ഒടുങ്ങിയതിന് ശേഷമാണ് ചെയ്യാൻ, അല്ലെങ്കിൽ ആദ്യത്തെ ലെയർ പരന്നു പോവും. അധികം അമർത്താതെ ജസ്റ്റ് ഒരു ലൈൻ താഴെ ഇടുകയാണ്. ഇപ്പോൾ അവിടെ ഒരു ഷാഡോ വന്നതുപോലെ തോന്നും, കുറച്ചൊന്ന് ഉരുണ്ടതുപോലെ ഒരു എഫക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ആ ഒരു ഗ്രേ കളറാണ്, വളരെ ലൈറ്റായി വേണം ചെയ്യാൻ. അതിൻ്റെ മുകളിൽ ഒരു ലൈൻ കൂടി ഗ്രേ കൊണ്ട് ചേർക്കുന്നു. ഇപ്പോൾ കറക്റ്റായിട്ട് നമുക്കത് കുറച്ചൊന്ന് പൊങ്ങിയതുപോലെ നമുക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത മീനിൻ്റെ ഭാഗത്തും അത് കുറച്ച് ഡാർക്കായി പോയിരുന്നു. അതിനെ കുറച്ചുകൂടി വെള്ളം ചേർത്ത് ലൈറ്റാക്കി ഒന്ന് പരത്തിയെടുക്കുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ആ സീബ്ര ലൈൻ ഇട്ട പോലുള്ള വരച്ച ഭാഗം പരന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിന് ആ ലെയർ ഇട്ടത് നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രമേ തുടങ്ങാൻ പാടൂ. രണ്ടാമത്തെ മീനിനും ആ ഒരു മുകൾ ഭാഗത്ത് ഒരു ചെറിയ ലൈനുകൾ ഇടുന്നു. ഇനി ബ്രഷ് എടുത്ത്, നിങ്ങളുടെ വലിയ ബ്രഷ് എടുത്ത് നന്നായി വെള്ളം ചേർത്ത്, ബ്ലൂ ആണ്, വെള്ളമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫിഷിൻ്റെ ഭാഗം നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടൂ, അല്ലെങ്കിൽ അത് പരന്നു പോകാൻ ചാൻസ് ഉണ്ട്. ആദ്യം ഫിഷിൻ്റെ ചുറ്റും കുറച്ച് കളറുകൾ ചെയ്തതിന് ശേഷം വളരെ ലൈറ്റായി വേണം ചെയ്യാൻ. പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് അതിനെ പരത്തിയെടുക്കുന്നു. അപ്പോൾ വക്കൊക്കെ വരുന്ന ഭാഗത്ത് കയറി പോവാതെ ശ്രദ്ധിക്കണം. ഒബ്ജക്റ്റിൻ്റെ മുകളിലേക്ക് കളർ കയറി പോകാതെ ശ്രദ്ധിക്കണം. ആദ്യം താഴ്ഭാഗത്താണ് ചെയ്യുന്നത്. ഇനി മുകൾ ഭാഗത്ത് ചെയ്യുമ്പോൾ കൂടുതൽ അടയാളങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് കാണാം. ആ ഒരു ഫിഷ്, ചെറിയ ഫിഷിൻ്റെ അവിടെ ചെയ്യുമ്പോൾ ആ റെഡ് കുറച്ച് അതിലേക്ക് പരന്നു വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്നും സാരമില്ല. ബോൾഡ് സ്ട്രോക്കുകൾ ഇടാൻ ശ്രമിക്കുക. ഇതുപോലെ കുറച്ചുകൂടി വെള്ളം ചേർത്ത് പരത്തുന്നു. കുറച്ചുകൂടി കളർ തേക്കുന്നു. കളർ തേക്കുക എന്ന് തന്നെ പറയണം.
ഇവിടെ പെയിൻറ്റ് ചെയ്യുന്ന രീതിയിലൊന്നുമല്ല ബ്രഷ് ഉപയോഗിക്കുന്നത്, ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുകയാണ്. ബ്രഷ് കൂടുതൽ പേപ്പറിൽ ഉരയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം, അല്ലാതെ ഉരച്ചാൽ പേപ്പർ കേടുവരും. ആദ്യം താഴെ നിന്ന് മുകളിലേക്കാണ് പെയിൻറ്റ് ചെയ്തത്. പലപ്പോഴും ഞാൻ മുകളിൽ നിന്ന് താഴേക്കാണ് വാഷ് ചെയ്ത് വരാറ്, ഇതിൽ അങ്ങനെയല്ല ചെയ്തത്. കുറച്ച് അടയാളങ്ങളായിക്കോട്ടെ എന്നതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്തത്. ആ ഫിഷുകളെ ഒഴിവാക്കി ബാക്കി ഭാഗം വളരെ ലൈറ്റായി ചെയ്തു. നമുക്ക് ഇനി സ്പ്രേ ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഒഴിവാക്കാം. ഇവിടെ സ്പ്രേ ചെയ്യുന്നത് കാണാം. എല്ലാവരും നമ്മൾ സ്പ്രേ ചെയ്യുന്നത് ആദ്യം കുറച്ച് വെള്ളമാണ്. വെള്ളം സ്പ്രേ ചെയ്യുമ്പോഴും കളർ സ്പ്രേ ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന വ്യത്യസ്ത റിസൾട്ടുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. കുറച്ച് ബ്ലൂ കൂടി സ്പ്രേ ചെയ്യുന്നു. അധികം ആ ഫിഷുകളുടെ മുകളിലേക്ക് വരാത്ത രീതിയിൽ സ്പ്രേ ചെയ്യാൻ ശ്രമിക്കുക. അഗ്രഭാഗമൊക്കെ വരുന്ന ഭാഗത്ത് കുറച്ചുകൂടി ഒന്ന് സ്പ്രേ ചെയ്യുന്നുണ്ട് ബ്ലൂ. വക്ക് ഭാഗങ്ങളിലെല്ലാം, താഴ്ഭാഗത്തെല്ലാം. കുറച്ച് മറ്റേ ഫിഷിൻ്റെ മുകളിലേക്കെല്ലാം കയറി പോകുന്നത് കാണാം, എന്നാലും സാരമില്ല. പരമാവധി ശ്രദ്ധിച്ച് ചെയ്യാൻ നോക്കുക. താഴെ ഒറ്റി നിന്ന് ആ വെള്ളത്തെ ഒന്ന് പരത്തിയെടുത്തു. അതെല്ലാം എന്തൊക്കെയോ കാണിക്കുകയാണ് അവിടെ. അതെല്ലാം നിങ്ങളും ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അതിൻ്റെ അപ്പുറം ചെയ്ത് നോക്കാം, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഈ വീഡിയോ അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കണം. ഇത് ഇഷ്ടപ്പെട്ടു എന്നാണ് വിശ്വാസം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ ചേർക്കുക. ബൈ.